സ്ലീവ മൂന്നാം വെള്ളി. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള വാക്യം. പ്രാർത്ഥനയുടെ ശക്തി. ചോദിക്കുവിൻ ലഭിക്കും, അന്വേഷിക്കുവിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറന്നു കിട്ടും. യേശു തന്നെ വിചിന്തനതകളിലിരുന്ന് തനിയെ പ്രാർത്ഥിക്കുകയായിരുന്നു. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 23-ാം വാക്യം. അതുപോലെ പ്രാർത്ഥിക്കാൻ ശിഷ്യന്മാർ ആവശ്യപ്പെട്ടപ്പോഴാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലി പഠിപ്പിക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 1-ാം വാക്യം. പ്രാർത്ഥിക്കുമ്പോൾ അതിഭാഷണമല്ല, മുറിയിൽ കതകടച്ചിരുന്ന് രഹസ്യത്തിൽ പ്രാർത്ഥിക്കാനാണ് യേശു പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മുടെ ആവശ്യങ്ങൾ നമ്മേക്കാൾ കൂടുതലായി ദൈവം അറിയുന്നു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 6 വാക്യം. തന്നിൽ തന്നെ ആശ്രയം വയ്ക്കുന്ന ഫരിസേയന്റെ അഹങ്കാരമല്ല, മറിച്ച് ചുങ്കക്കാരൻ്റെ എളിമയാണ് പ്രാർത്ഥനയുടെ ആവശ്യ ഘടകം. ലൂക്ക 18:9. മകൻ അപ്പം ചോദിച്ചാൽ പിതാവ് കല്ല് കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ ഒരു പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? ദുഷ്ടരായ മനുഷ്യരെക്കാൾ എത്രയോ ഉദാരമനസ്കനാണ് സ്നേഹം തന്നെയായ ദൈവം. ലൂക്ക 11:11, മത്തായി 7:9. വിശ്വാസത്തോടെ ചോദിച്ചാൽ മല മാറി കടലിൽ ചെന്ന് പതിക്കും. വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. മത്തായി 21:21. ഇങ്ങനെ പ്രാർത്ഥനയെക്കുറിച്ച് ധാരാളം പരാമർശിക്കപ്പെട്ടിട്ടുള്ള പുസ്തകമാണ് ബൈബിൾ. ആവശ്യത്തിലിരിക്കുന്ന മനുഷ്യൻ അപ്പത്തിനു വേണ്ടി സ്നേഹിതനോട് അപ്പം ചോദിക്കുമ്പോൾ ആദ്യം നിഷേധിക്കപ്പെട്ടെങ്കിലും നിർബന്ധം മൂലം അവസാനം അത് നിവർത്തിച്ചു നൽകപ്പെടുമെന്ന ഇന്നത്തെ ഉപമ ലഭിക്കുമെന്ന ഉറപ്പോടെ മുട്ടിപ്പായി നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിച്ചാൽ അവ ലഭിക്കുക തന്നെ ചെയ്യും എന്ന ഓർമ്മപ്പെടുത്തലാണ്.